ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളൊരു ചാപ്റ്ററാണ് അപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് അനാലിസിസ് ഓഫ് ടൈം സീരീസ് ആൻഡ് ഇൻഡെക്സ് നമ്പർ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് എടുക്കുന്നത് ഇൻഡെക്സ് നമ്പർ എന്നുള്ളൊരു ചാപ്റ്ററാണ് ആദ്യം എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ടൈം സീരീസ് എടുക്കാം. അപ്പോൾ ആദ്യം ഇൻഡെക്സ് നമ്പർ. വാട്ട് ഈസ് മെൻ ബൈ ഇൻഡെക്സ് നമ്പർ? ഇൻഡെക്സ് നമ്പർ നമ്മൾ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു? ഇപ്പം നമുക്കറിയാം ഇൻഡെക്സ് നമ്പർ നമ്മൾ പ്രധാനമായിട്ടും ഇൻഡെക്സ് നമ്പർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ 2-3 വർഷങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്പയർ ചെയ്യുക പറഞ്ഞാൽ 2010ഉം 2011 നമ്മൾ കമ്പയർ ചെയ്യുന്നു അല്ലേ. 2010ഉം 2011 കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ലും 11ലും ഇപ്പം നമ്മൾ സാധനങ്ങളുടെ വില നിലവാരം കൺസിഡർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ 10ൽ എത്രത്തോളമാണ് ഉണ്ടായത്, അതിനനുസരിച്ച് 11ൽ എത്രത്തോളമാണ് ചേഞ്ച് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അതിനുവേണ്ടി നമ്മൾ പല മെത്തേഡുകളും അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണമാണ് നമുക്കിതിൽ പറയാനുള്ളത്. പ്രീവിയസ് ഇയറിനെ ബേസ് ഇയർ എന്നും ഈ ഇയറിനെ നമ്മൾ കറണ്ട് ഇയർ എന്ന് പറഞ്ഞിട്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസ് ഇയറും കറണ്ട് ഇയറും തമ്മിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കമ്പയർ ചെയ്യണം. ഓരോ വർഷം കഴിയും തോറും സാധനങ്ങളുടെ ആയാലും ഏതിൻ്റെ ആയാലും ഗുഡ്സിൻ്റെ ആയാലും ഏതിൻ്റെയൊക്കെ ആയാലും വിലയിൽ എത്രത്തോളമാണ് ചേഞ്ച് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ് ഏതുള്ളതിൽ ഇൻഡെക്സ് നമ്പർ എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം തിയറി പാർട്ട് പറയാം കേട്ടോ. വാട്ട് ഈസ് മെൻ ബൈ ഇൻഡെക്സ് നമ്പർ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് പറയുന്നത്? ചേഞ്ചസ് ഇൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾ. അപ്പോൾ റിലേറ്റഡ് ആയ വേരിയബിൾസിന് എത്രത്തോളമാണ് ചേഞ്ച് ഉണ്ടാകുന്നത്, ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ വാല്യൂവിൽ എത്രത്തോളമാണ് ചേഞ്ച് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിതിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ആൻ ഇൻഡെക്സ് നമ്പർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ്. ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസാണ് ഫോർ മെഷറിംഗ് ചേഞ്ചസ് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഇൻ കമ്പാരിസൺ ടു ദെയർ ലെവൽ ഓഫ് സം അതർ പീരീഡ്. ഏതെങ്കിലും ഇപ്പോൾ 2010ഉം 2011 ആണെങ്കിൽ 10നെ നമ്മൾ ബേസ് ഇയർ ആയിട്ടും 11നെ നമ്മൾ കറണ്ട് ഇയർ ആയിട്ടും എടുക്കുന്നു അല്ലേ. അപ്പോൾ എത്രത്തോളമാണ് ചേഞ്ച് വരുന്നത്, ബേസ് ഇയറും കറണ്ട് ഇയറും തമ്മിൽ എത്രത്തോളമാണ് ചേഞ്ച് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിതിൽ മെഷർ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ പറഞ്ഞത്? ഓരോ വർഷം കഴിയുന്തോറും എത്രത്തോളമാണോ ചേഞ്ച് വരുന്നത് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡെക്സ് നമ്പർ എന്നുള്ളതിൽ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ആൻ ഇൻഡെക്സ് നമ്പർ ഈസ് ദെർഫോർ എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഫോർ മെഷറിംഗ് changes in the magnitude of a group of related variable during a specific period of time in comparison to their level to in some other period. അപ്പോൾ ഏതെങ്കിലും ഒരു ലെവലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ 2015, 16, 17, 18 ഏതെങ്കിലും ഒരെണ്ണത്തിനെ ബേസ് ഇയർ ആയിട്ടും മറ്റേത് കറണ്ട് ഇയറുമായിട്ട് എടുത്ത് എത്രത്തോളമാണ് ചേഞ്ചസ് വരുന്നത് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നതിനെ നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഡെഫിനിഷൻ. നെക്സ്റ്റ് വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പർ. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ഇൻഡെക്സ് നമ്പറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പർ ആണ് പറയുന്നത്. ഇൻഡെക്സ് നമ്പർ ആർ സ്പെഷ്യലൈസ്ഡ് ആവറേജ്. ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാൻ പറ്റൂലേ. വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഇൻഡെക്സ് നമ്പർ അല്ലേ. അപ്പോൾ ഇൻഡെക്സ് നമ്പർ ആർ എ സ്പെഷ്യലൈസ്ഡ് ആവറേജ്. ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റം ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ് അല്ലേ. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഐറ്റം പ്രൈസ് തന്നിട്ടുണ്ടായിരിക്കും, ഇടയ്ക്ക് ഡിമാൻഡ് എത്രയാണ് അങ്ങനെയൊക്കെ തരും. അപ്പോൾ അത് കാരണം കൊണ്ട് ഇൻഡെക്സ് നമ്പറിനെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വ്യത്യസ്ത തരത്തിലുള്ള ഐറ്റംസും വ്യത്യസ്ത തരത്തിലുള്ള യൂണിറ്റ്സുകളും തന്ന കാരണം കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇസ് എ സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണ് എന്ന് പറയാം. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ഇൻ റിലേറ്റീവ് ഓഫ് എത്രത്തോളമാണ് ചേഞ്ച് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജിലാണ് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ഓഫ് റിലേറ്റീവ് ചേഞ്ചസ്. പിന്നെ നെക്സ്റ്റ് വൺ ഇൻഡെക്സ് നമ്പേഴ്സ് മെഷർ ചേഞ്ചസ് നോട്ട് കേപ്പബിൾ ഓഫ്
ശ്രദ്ധിക്കുക, ഡയറക്റ്റ് മെഷർമെൻറ്റ്. അപ്പം നമുക്ക് ഡയറക്റ്റ് മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം. പ്രൈസ് ലെവൽ, ഇക്കണോമിക് ആക്ടിവിറ്റി എന്നൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, ഇൻഡെക്സ് നമ്പേഴ്സ് മെഷർ ചേഞ്ചസ് നോട്ട് കേപ്പബിൾ ഓഫ് ഡയറക്റ്റ് മെഷർമെൻറ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ മെൻറ്റ് ഫോർ കമ്പാരിസൺ. ഇപ്പോൾ 2 വർഷങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഞാൻ പറഞ്ഞു, 15ലും 16ലും എത്രത്തോളമാണ് ചേഞ്ച് വരുന്നത് എന്നുള്ള കാര്യം 2 വർഷങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കാം. സോ ഇൻഡെക്സ് നമ്പർ ആർ മെൻറ്റ് ഫോർ കമ്പാരിസൺ. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ഓഫ് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. എല്ലാ ഫീൽഡിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇറ്റ് ഹാസ് എ യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് പറയാം, വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന പോയിൻറ്റ്സ് ആണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്, ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ആവറേജ്. ഫസ്റ്റ് വൺ, ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണ്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് പറയാം, ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് ഓഫ് റിലേറ്റീവ് ചേഞ്ച്. എത്രത്തോളമാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത് എന്നുള്ളത് പെർസെൻറ്റേജിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് തരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഇൻഡെക്സ് നമ്പേഴ്സ് മെഷർ ചേഞ്ചസ് നോട്ട് കേപ്പബിൾ ഓഫ് ഡയറക്റ്റ് മെഷർമെൻറ്റ്. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ഈസ് മെൻറ്റ് ഫോർ കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട്. ഇറ്റ് ഹാസ് യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. എന്തൊക്കെയാണ് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഉപയോഗം, ഏതൊക്കെ തരത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് യൂസസ് ആണ് പറയാനുള്ളത്. ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എക്സ്പ്ലെയിൻ ബിലോ അല്ലേ. പ്രധാനപ്പെട്ട യൂസസ് എന്തൊക്കെയാണ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. ഇൻഡെക്സ് നമ്പേഴ്സ് മെഷർ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ. ഇപ്പോൾ ഓരോ വർഷം കഴിയും തോറും പ്രൈസിൽ എത്രത്തോളമാണ് ചേഞ്ച് വരുന്നത് അല്ലേ, പ്രൈസ് ലെവലിൽ എത്രത്തോളം ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ള കാര്യം മെഷർ ചെയ്യാൻ വേണ്ടി ഇൻഡെക്സ് നമ്പർ നമ്മളെ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ, ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലേഷണറി ഓർ ഡിഫ്ലേഷണറി ടെൻഡൻസീസിൽ എത്രത്തോളമാണ് ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നത്, എത്രത്തോളമാണ് ഡിഫ്ലേഷൻ, എത്രത്തോളം ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നു, അതേമാതിരി എത്രത്തോളം താഴത്തോട്ട് പോകുന്നു അല്ലേ. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലേഷൻ. മണിയുടെ വാല്യൂ, മണിക്കാണല്ലോ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും സംഭവിക്കുന്നത്. അപ്പം മണിയുടെ വാല്യൂവിൽ എത്രത്തോളം ഇൻഫ്ലേഷൻ ഉണ്ടാവുന്നു, എത്രത്തോളം ഡിഫ്ലേഷൻ സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡെക്സ് നമ്പറിലൂടെ മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ ടെൻഡൻസീസ്. നെക്സ്റ്റ് വൺ, ഇൻഡെക്സ് നമ്പേഴ്സ് ക്യാൻ ബി യൂസ് ടു മേക്ക് മെഷറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ വേജസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ വേജസ്, എത്രത്തോളമാണ് വർക്കേഴ്സിന് വേജ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കാം. അപ്പോൾ എന്താ പറയുന്നത്, ഇൻഡെക്സ് നമ്പേഴ്സ് ക്യാൻ ബി യൂസ്ഡ് എന്തിനുപയോഗിക്കുന്നു, ടു മേക്ക് മെഷറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ വേജസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന് എത്രത്തോളമാണ് വേജ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. മെനി ഓഫ് ദി ഇക്കണോമിക് ആൻഡ് ബിസിനസ് പോളിസീസ്, ഇപ്പോൾ ബിസിനസ്സിൻ്റെ പോളിസീസ് ആയാലും ഇക്കണോമിക് പോളിസീസ് ആയാലും ആർ ഗൈഡഡ് ബൈ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്കത് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്, മെനി ഓഫ് ദി ഇക്കണോമിക് ആൻഡ് ബിസിനസ് പോളിസീസ് ആർ ഗൈഡഡ് ബൈ ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ച് ബിസിനസ് പോളിസീസ്, ഇക്കണോമിക് പോളിസീസൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ക്യാൻ ബി യൂസ് ടു സ്റ്റഡി ട്രെൻഡ് ആൻഡ് ടെൻഡൻസീസ് ഓഫ് വാരിയസ് ഫിനോമിന. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ച് ട്രെൻഡ്, ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് അല്ലേ, ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണ്, അവരുടെ ടെൻഡൻസി എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ നമുക്ക് ഇത് ഉപയോഗിക്കാം, ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ പോയിൻ്റ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ, ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്നത് വെച്ചെങ്കിൽ ആ പോയിൻറ്റ്സ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് നമുക്ക് എന്ത് പറയാം, ഇൻഡെക്സ് നമ്പർ മെഷർ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവലിൽ എത്രത്തോളം ചേഞ്ചസ് ആണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇൻഡെക്സ് നമ്പറിലൂടെ മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. പിന്നെ ഇൻഫ്ലേഷണറി ആൻഡ് ഡിഫ്ലേഷണറി ടെൻഡൻസി, മണിയിൽ എത്രത്തോളം ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഒക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യം മെഷർ ചെയ്യാൻ നമുക്ക് ഏത് ഉപയോഗിക്കാം, ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കാം. പിന്നെ ഇൻഡെക്സ് നമ്പർ ക്യാൻ ബി യൂസ് ടു മേക്ക് ഫോർ മെഷറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ വേജസ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ എത്രത്തോളം വേജസ് ആണ് കൊടുക്കാനുള്ളത് അല്ലെ, എംപ്ലോയീസിന് എത്രത്തോളമാണ് വേജ് കൊടുക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കാം. പിന്നെ ഇക്കണോമിക് ആൻഡ് ബിസിനസ് പോളിസീസ്, ഇക്കണോമിക് പോളിസി, ബിസിനസ് പോളിസി എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ആർ ഗൈഡഡ് ബൈ ഇൻഡെക്സ് നമ്പേഴ്സ്.
പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ക്യാൻ ബി യൂസ് ടു സ്റ്റഡി ട്രെൻഡ് ആൻഡ് ടെൻഡൻസീസ് ഓഫ് വാരിയസ്. പിന്നെ ട്രെൻഡ് എങ്ങനെയാണ്, ടെൻഡൻസീസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇൻഡെക്സ് നമ്പറിലൂടെ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പറിൽ പറയാനുള്ളത്. ഇനി അതേമാതിരി ലിമിറ്റേഷൻസ്. ഇപ്പോൾ ഓരോന്നിനും ഓരോ നല്ല ഉപകാരം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് അതിൻ്റേതായ ലിമിറ്റേഷൻസ്, അപാകതകൾ ഉണ്ടാവും അല്ലേ. എന്തൊക്കെ ദോഷങ്ങളാണ്. അപ്പോൾ നമ്മൾ കമ്പാരിസൺ നടത്തുന്നു. ഓരോ വർഷവും ഒരു വർഷം ബേസ് ഇയർ ആയിട്ട് എടുത്താൽ എത്രത്തോളമാണ് ചേഞ്ച് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങളാണ്, എന്തൊക്കെ ലിമിറ്റേഷൻസും കൂടിയാണ് നമുക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ബേസ്ഡ് ഓൺ സാമ്പിൾ. അപ്പോൾ കറക്റ്റായിട്ടല്ല നമ്മൾ കാര്യങ്ങൾ മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സാമ്പിൾ. സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻഡെക്സ് നമ്പർ പറയാനുള്ളത്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ബേസ്ഡ് ഓൺ സാമ്പിൾ എന്നുള്ളതാണ് ഫസ്റ്റ്. അപ്പോൾ ദേ ഡു നോട്ട് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഈച്ച് ആൻഡ് എവറി ഐറ്റം. ഓരോ ഐറ്റവും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുന്നില്ല. അപ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സാമ്പിൾ. അപ്പോൾ ദ റിസൾട്ട് ഈസ് നോട്ട് പെർഫെക്റ്റ്. റിസൾട്ട് എന്ന് പറയുന്നത് പെർഫെക്റ്റ് അല്ല. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ഓൺലി അപ്രോക്സിമേറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദി റിലേറ്റീവ് ലെവൽ. അപ്രോക്സിമേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ഏകദേശം, അപ്രോക്സിമേറ്റ് പറഞ്ഞാൽ ഏകദേശമായിട്ട്. കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നതാവാം എന്നുള്ള കാര്യം ഏകദേശമായിട്ടാണ് പറയാൻ പറ്റുള്ളൂ. സോ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ഓൺലി അപ്രോക്സിമേറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദി റിലേറ്റീവ് ലെവൽ ഓഫ് എ ഫിനോമിനൻ. പിന്നെ ഓൾ ദ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ നോട്ട് ഗുഡ് ഫോർ ഓൾ പർപ്പസ്. ഇൻഡെക്സ് നമ്പേഴ്സ് ഒന്നും എന്തല്ല, നോട്ട് ഗുഡ്, എല്ലാ പർപ്പസിനും നമുക്ക് ഗുഡായിട്ട് പറ്റുന്നില്ല. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ആവറേജ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതൊരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ആവറേജ് ആണ് എന്നുള്ള കാര്യം നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആവറേജ് ആൻഡ് ദേ ആർ സബ്ജക്റ്റ് ടു ദോസ് ലിമിറ്റേഷൻ ഓൾസോ വിച്ച് ആൻ ആവറേജ് സഫേഴ്സ് അല്ലേ. അപ്പോൾ അതൊരു സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണ്. അപ്പോൾ എന്തെങ്കിലും അതിന് വല്ല ലിമിറ്റേഷൻസും ഡിഫക്ട്സും ഉണ്ടെങ്കിൽ അത് നമുക്ക് സഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. നെക്സ്റ്റ് വൺ, ദേ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ പല മെത്തേഡുകളുണ്ട് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഇഫ് എ സ്യൂട്ടബിൾ മെത്തേഡ് ഈസ് നോട്ട് സെലക്റ്റഡ്, റിസൾട്ട് ഒബ്റ്റെയിൻ മെ നോട്ട് ബി അഡ്വക്കേറ്റ്. അപ്പോൾ നമുക്ക് അനുയോജ്യമായൊരു മെത്തേഡ് സെലക്ട് ചെയ്താൽ റിസൾട്ട് അഡ്വക്കേറ്റ് ആവണമെന്നില്ല. അഡ്വക്കേറ്റ് പറഞ്ഞാൽ ശരിയാവുക അല്ലെ, ആക്യുറേറ്റ് ആവണമെന്നില്ല. Next one, index numbers are liable to be misused by choosing abnormal base year and irrational weight. Abnormal base year, irrational weight ഒക്കെ ഉപയോഗിച്ചിട്ട് അത് മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ലയബിൾ ടു ബി മിസ്യൂസ്ഡ് ബൈ ചൂസിങ് അബ്നോർമൽ ബേസ് ഇയർ ഓർ ഇറാഷണൽ വെയ്റ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് നമുക്ക് ഇൻഡെക്സ് നമ്പറിൽ പറയാനുള്ളത് ശ്രദ്ധിക്കുക. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ബേസ്ഡ് ഓൺ സാമ്പിൾസ്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് നമ്പർ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്? സാമ്പിൾ പറഞ്ഞാൽ ഇറ്റ് കനോട്ട് സ്റ്റഡി ഈച്ച് ആൻഡ് എവറി ഐറ്റം. ഈച്ച് ആൻഡ് എവറി ഐറ്റത്തെ പറ്റി നമ്മൾ പഠിക്കുന്നില്ല. ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺലി ഓൺ സാമ്പിൾഡ്. അപ്പോൾ ദ റിസൾട്ട് ഈസ് നോട്ട് കറക്റ്റ്. നെക്സ്റ്റ് വൺ, ഇൻഡെക്സ് നമ്പേഴ്സ്. നമ്മളിപ്പോൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് ആയ അല്ലേ, കറക്റ്റായ ആൻസർ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഏകദേശം ഒരു ഉത്തരം മാത്രമാണ് നമുക്കതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, ഓൾ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ നോട്ട് ഗുഡ് ഫോർ ഓൾ പർപ്പസ്. എല്ലാ പർപ്പസിനും അത് ഗുഡല്ല. പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ആവറേജ്. ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ആവറേജ് ആണ്. ആസ് സച്ച് ദേ ആർ സബ്ജക്റ്റ് ടു ദോസ് ലിമിറ്റേഷൻ ഓൾസോ വിച്ച് ആർ ആവറേജ് സഫേഴ്സ്. പിന്നെ ദേ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ കാൽക്കുലേഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് അല്ലേ. പല മെത്തേഡുകൾ നമുക്ക് പറയാനുണ്ട്. അഗ്രിഗേറ്റീവ് മെത്തേഡ്, വെയ്റ്റഡ് അഗ്രിഗേറ്റീവ്, ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ്, അങ്ങനെ പല മെത്തേഡുകളും നമുക്ക് ചെയ്യാനുണ്ട്. ആ കിട്ടുന്ന റിസൾട്ട് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റില്ല, ആക്യുറേറ്റ് ആണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ലയബിൾ ടു ബി മിസ്യൂസ്ഡ് ബൈ ചൂസിങ് അബ്നോർമൽ ബേസ് ഇയർ ആൻഡ് ഇറാഷണൽ വെയ്റ്റ് അല്ലേ. അപ്പോൾ ഇൻഡെക്സ് നമ്പർ ആറിലെ മിസ്യൂസ് ചെയ്യുന്നു അല്ലേ. ബേസ് ഇയർ ഒക്കെ അബ്നോർമൽ, ശരിയായ തരത്തിലുള്ള ബേസ് ഇയർ ഒന്നും എടുക്കാതെയും ഇറാഷണൽ വെയ്റ്റ് ഒക്കെ കൊടുത്തിട്ടൊക്കെ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇപ്പോൾ നമ്മൾ ആദ്യം ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഇൻഡെക്സ് നമ്പറാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് ഡിഫിക്കൽട്ടീസ് ഇൻ കമ്പാരിസൺ ഓഫ് ഇൻഡെക്സ് നമ്പർ. എന്താണ്?
എന്തൊക്കെ ഡിഫിക്കൽട്ടീസാണ് നമ്മളിപ്പോൾ കമ്പാരിസൺ നടത്തുന്ന നമ്മളിപ്പോൾ ഇനി കണക്ക് ചെയ്യുന്ന സമയത്ത് കമ്പാരിസൺ നടത്തുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഡിഫിക്കൽട്ടീസാണ് ഫേസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ഡിഫിക്കൽട്ടീസാണ് നമുക്ക് ഫേസ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അതിലാദ്യം പർപ്പസ് ഓഫ് ദ ഇൻഡെക്സ്. പർപ്പസ് എന്താണ് നമ്മുടെ ഉദ്ദേശം, എന്തിനാണ് നമ്മൾ ഒന്നാമത്തെ പോയിൻ്റ്, ഒക്കെ പോയിൻറ്റ്സ് മാത്രമാണ് പഠിക്കാനുള്ളൂ. പർപ്പസ് ഓഫ് ദി ഇൻഡെക്സ്, നമ്മുടെ പർപ്പസ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാകും, നമ്മുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത്. പിന്നെ സെലക്ഷൻ ഓഫ് ദ ബേസ് ഇയർ, 2 ഇയർ തന്നാൽ അതിലേതാണ് ബേസ് പീരീഡ് എന്നുള്ളത്. പിന്നെ സെലക്ഷൻ ഓഫ് ദി ഐറ്റം, ഏതൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. പിന്നെ ഒബ്റ്റെയിനിങ് പ്രൈസ് കൊട്ടേഷൻ, പ്രൈസ് എങ്ങനെയൊക്കെയാണ്, ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് അല്ലെ വില നിലവാരം എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം. പിന്നെ സെലക്ഷൻ ഓഫ് ആവറേജ്, നമ്മൾ ആവറേജ് സെലക്ട് ചെയ്യേണ്ട കാര്യം. ഓരോന്നിനും വെയിറ്റ് എത്രയാണ് കൊടുക്കേണ്ടത്. സെലക്ഷൻ ഓഫ് ഏത് മെത്തേഡും ഫോർമുല ഉപയോഗിച്ചാലാണ് കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുക. ഇതൊക്കെയാണ് അതിൽ വരുന്ന ഡിഫിക്കൽട്ടീസായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പം പ്രോബ്ലംസ് ഓർ ഡിഫിക്കൽട്ടീസ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പർ. ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രോബ്ലംസും ഡിഫിക്കൽട്ടീസും ഒക്കെയാണ് നമുക്ക് ഫേസ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നമ്മളിതിൽ പറയുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് പർപ്പസ് ഓഫ് ദി ഇൻഡെക്സ്, അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പർപ്പസ് അറിയണം. പിന്നെ സെലക്ഷൻ ഓഫ് ദ ബേസ് പീരീഡ്, സെലക്ഷൻ ഓഫ് ഐറ്റംസ്, പിന്നെ ഒബ്റ്റെയിനിങ് പ്രൈസ് കൊട്ടേഷൻ, സെലക്ഷൻ ഓഫ് ആവറേജ്, സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് വെയ്റ്റ്, സെലക്ഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ആൻഡ് ഫോർമുല. ഇതൊക്കെ ശരിയായ തരത്തിൽ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഏത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ, ഇൻഡെക്സ് നമ്പർ ശരിയായ തരത്തിൽ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്തൊക്കെയാണ്. സിമ്പിൾ ആൻഡ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏതൊക്കെ മെഷേഴ്സാണ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. വേരിയസ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ ഇൻഡെക്സ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പല മെഷേഴ്സും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 4 മെഷേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്, നെക്സ്റ്റ് വൺ വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്, പിന്നെ സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്. അങ്ങനെ 4 മെത്തേഡുകളാണ് ഇൻഡെക്സ് നമ്പർ പ്രകാരം നമുക്ക് കണക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്, weighted aggregative method, simple average of relative method, weighted average of price relative method. ശ്രദ്ധിക്കുക. അപ്പോൾ there are 4 methods for calculation of index number. ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 4 മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്, 2 വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡ്, പിന്നെ സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ്, പിന്നെ വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ് മെത്തേഡ്. അങ്ങനെ 4 മെത്തേഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ മെത്തേഡുകളും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്, സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ്. ദി പ്രൈസസ് ഫോർ ബേസ് ഇയർ ആൻഡ് കറണ്ട് ഇയർ ആർ ഓൺലി റിക്വയേർഡ്. അപ്പോൾ ഇതാണ് വളരെ സിംപ്ലസ്റ്റ് മെത്തേഡാണ്. ഇതിൽ പ്രൈസ് ബേസ് ഇയറിലെ പ്രൈസ് എത്രയാണ്, ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ മുന്നത്തെ പ്രീവിയസ് ഇയർ, കറണ്ട് ഇയർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇയർ, അതിൻ്റെ പ്രൈസ് എത്രയാണ് നോക്കിയിട്ടാണ് നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 100ലേക്ക് അഗ്രിഗേറ്റ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ദ അഗ്രിഗേറ്റ് ഓഫ് കറണ്ട് ഇയർ പ്രൈസ് ഈസ് ഡിവൈഡഡ് ബൈ അഗ്രിഗേറ്റ് ഓഫ് ബേസ് ഇയർ പ്രൈസ് ആൻഡ് മൾട്ടിപ്ലൈ ബൈ 100. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചെങ്കിലേ ഫോർമുല സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് പ്രകാരം നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുക വെച്ചെങ്കിൽ സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. ഇതാണ് നമുക്ക് ഇക്വേഷൻ വരുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ സിഗ്മ P1 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻ കറണ്ട് ഇയർ, കറണ്ട് ഇയറിലെ പ്രൈസിനെ P1 എന്നും, സിഗ്മ P0 എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻ ബേസ് ഇയർ,
അത് ഇൻറ്റു 100 എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ എന്താണ് സിമ്പിൾ അഗ്രഗേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ്. The price of the base year and current year are only required. The aggregate of current year price is divided by the aggregate of base year price and multiplied by 100. അപ്പോൾ പ്രൈസ് ഓഫ് കറണ്ട് ഇയർ എത്ര വെച്ചെങ്കിൽ അത് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കൊരു കണക്ക് ചെയ്യാം കേട്ടോ, ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് എന്ത് പറയാം, സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്, ദിസ് ഈസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഫോർ കാൽക്കുലേഷൻ ഫോർ ഇൻഡെക്സ് നമ്പർ. ഇൻ ദിസ് മെത്തേഡ് വി ക്യാൻ ടേക്ക് ഇൻ ടു അക്കൗണ്ട് ബേസ് ഇയർ പ്രൈസ് ആൻഡ് കറണ്ട് ഇയർ പ്രൈസ്. ബേസ് ഇയറിലെ പ്രൈസും കറണ്ട് ഇയറിലെ പ്രൈസുമാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. ശ്രദ്ധിക്കാം. ഫോർ ദി ഡാറ്റ ഗിവൺ ബിലോ, ഫോർ ദി ഡാറ്റ given below calculate നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, കാൽക്കുലേറ്റ് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ. കാൽക്കുലേറ്റ് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ. കാൽക്കുലേറ്റ് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫോർ ദി ഡാറ്റ ഗിവൺ ബിലോ കാൽക്കുലേറ്റ് ദ സിമ്പിൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കണക്ക് ഞാൻ എഴുതാം, എന്നിട്ട് ചെയ്യാം. ശ്രദ്ധിക്കാം. ആദ്യം കമോഡിറ്റീസ് എന്ന് പറഞ്ഞ് നമുക്ക് എ ബി സി ഡി ഇ വരെ തന്നിട്ടുണ്ട്. ഇനി പ്രൈസ് ഇൻ 2018, അതേമാതിരി തന്നെ പ്രൈസ് ഇൻ 2019. 18ഉം 19ഉമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. 18 5, 8, 12, 25, 3. നെക്സ്റ്റ് പ്രൈസ് ഇൻ 2019 എന്ന് പറഞ്ഞിട്ട് 7, 9, 15, 24, 4. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കമോഡിറ്റീസ് തന്നിട്ടുണ്ട്. പ്രൈസ് ഇൻ 2018, പ്രൈസ് ഇൻ 2019. അപ്പോൾ ഇതിനെ നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കണം. കാരണം പ്രീവിയസ് ഇയറിനെയാണ് ബേസ് ഇയർ ആയിട്ട്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഇയറിൽ ഏതാണോ മുന്നിൽ നിൽക്കുന്ന പിന്നിൽ നിൽക്കുന്ന ഇയർ വെച്ചെങ്കിൽ അതിനെ ബേസ് ഇയർ ആയിട്ടും മുന്നിൽ നിൽക്കുന്ന ഇയറിനെ നമ്മൾ എന്ത് പറയുന്നു, കറണ്ട് ഇയർ ആയിട്ടും എടുക്കുകയാണ് ചെയ്യുക. മുന്നിൽ നിൽക്കുന്ന ഇയർ എന്ന് പറയുന്നത് കറണ്ട് ഇയർ. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ബേസ് ഇയർ, ഇതേതാ ഒരു കറണ്ട് ഇയർ. അപ്പോൾ 2018, 2019. ഇനി നമ്മളിതിൻ്റെ ടോട്ടൽ ചെയ്യുക. ടോട്ടലിന് സിഗ്മ P0 മനസ്സിലാവുന്നുണ്ടോ. ബേസ് ഇയറിനെ 0 എന്നും കറണ്ട് ഇയറിനെ 1 എന്നുള്ളത് കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടോട്ടൽ ചെയ്തോളൂ. 8 5 13, 13ഉം 2ഉം 15, 15ഉം 5ഉം 20, 20ഉം 3 23, ബാക്കി 2 അല്ലേ. 2 2 4, 4 5, 53 വന്നു. നെക്സ്റ്റ് സിഗ്മ P1 പ്രൈസ് ഇൻ കറണ്ട് ഇയറിൻ്റെ ടോട്ടൽ നമ്മൾ കാണുക അല്ലേ. അപ്പോൾ എത്ര വരിക, 9 7 16, 16ഉം 5ഉം 21, 21 4ഉം 25, 25ഉം 4 29 അല്ലേ. 9 ബാക്കി 2, 2 2 4 1 5, 59. കറക്റ്റായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ മുന്നത്തെ ഇയറിനെ ബേസ് ഇയർ എന്നും പിന്നെയുള്ള ഇയറിനെ കറണ്ട് ഇയർ എന്നും പറയുന്നു അല്ലേ. ഇനി കാണാനുള്ള ഇക്വേഷൻ നമുക്ക് എഴുതാം. സിമ്പിൾ ഇൻഡെക്സ് നമ്പർ is equal to sigma P1 divided by sigma P0 into 100. sigma P1 by sigma P0 into 100. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ 59 ഡിവൈഡഡ് ബൈ P0 എന്ന് പറഞ്ഞാൽ 53 ഇൻറ്റു 100. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുക കേട്ടോ. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 111.3.
ഇതാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, സിമ്പിൾ ഇൻഡെക്സ് നമ്പറിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. ഫസ്റ്റ് വൺ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡിൽ നമുക്ക് ചെയ്യാനുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് പറഞ്ഞാൽ അധികം ബുദ്ധിമുട്ടില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്, പ്രൈസ് ഇൻ കറണ്ട് ഇയർ ഡിവൈഡഡ് ബൈ പ്രൈസ് ഇൻ ബേസ് ഇയർ ഇൻറ്റു 100. ഇത്ര മാത്രമാണ് അതിൽ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് രണ്ടാമത്തെ മെത്തേഡാണ് സിമ്പിൾ ആവറേജ് റിലേറ്റീവ് മെത്തേഡ്. നെക്സ്റ്റ് മെത്തേഡ് നമുക്ക് പറയാം സിമ്പിൾ ആവറേജ് റിലേറ്റീവ് മെത്തേഡ്. സിമ്പിൾ ആവറേജ് റിലേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. ഈ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ചെയ്യുക? ഇൻ ദിസ് മെത്തേഡ് പ്രൈസ് റിലേറ്റീവ് ഫോർ ഈച്ച് ഐറ്റം ഈസ് ഫൗണ്ട് ഔട്ട്. പ്രൈസ് റിലേറ്റീവ് എങ്ങനെയാണ്? കറണ്ട് ഇയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100. ഇതിലെന്താണ് സമവാക്യം? സിമ്പിൾ ആവറേജ് റിലേറ്റീവ് മെത്തേഡ് പ്രകാരം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ പ്രൈസ് റിലേറ്റീവ് കണ്ടുപിടിക്കുക. ഫോർ ഈച്ച് ആയിട്ട് ഓരോന്നിൻ്റെയും പ്രൈസ് റിലേറ്റീവ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കാണാൻ സിഗ്മ ഐ ബൈ എൻ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. സിഗ്മ ഐ ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതാണ് ഇക്വേഷൻ. ഐ ഈസ് ഈക്വൽ ടു P1 ബൈ P0 ഇൻറ്റു 100. അപ്പോൾ ഓരോ ഐറ്റവും ഇതാകുമ്പോൾ നമ്മൾ സിഗ്മയാണ് ചെയ്യുന്നത്, മനസ്സിലാവുന്നുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ഇതാകുമ്പോൾ നമ്മൾ സിഗ്മ ടോട്ടൽ കണ്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് ഓരോന്നിൻ്റെയും സ്പെഷ്യൽ പ്രൈസ് റിലേറ്റീവ് ഓഫ് ഈച്ച് ഐറ്റം ഈസ് ഫൗണ്ട് ഔട്ട്. ഓരോ ഐറ്റത്തിൻ്റെയും എത്രത്തോളമാണ് ചേഞ്ച് വരുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അതാണ് സിഗ്മ ഐ ബൈ എൻ. ഇത് നമ്മൾ ആവറേജ് മൊത്തം ടോട്ടൽ ചെയ്യുന്നു എന്നിട്ട് കണ്ടുപിടിക്കുന്നു. ഇതാകുമ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് സിഗ്മ ഐ ഡിവൈഡഡ് ബൈ എൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സമവാക്യം ഐ കാണാൻ P1 ബൈ P0 ഇൻറ്റു 100. ഇനി നമുക്കൊരു കണക്ക് ചെയ്യാം, ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് simple index number by average relative method. Average relative method. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഐറ്റം എഴുതുക. ഐറ്റംസ് 1 2 3 4 5. ഇനി നെക്സ്റ്റ് വൺ പ്രൈസ് ഇൻ ബേസ് ഇയറിലെ പ്രൈസ് ഇൻ ബേസ് ഇയർ എന്ന് പറഞ്ഞിട്ട് 5 10 15 28 ഇങ്ങനെ എഴുതാം. ഇനി പ്രൈസ് ഇൻ കറണ്ട് ഇയറിലെ പ്രൈസ് ഇൻ കറണ്ട് ഇയർ അല്ലേ. കറണ്ട് ഇയറിൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 7 12 25 18 9 ഇങ്ങനെയൊക്കെയാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? നമ്മൾ ചെയ്യുന്ന ആവറേജ് റിലേറ്റീവ് മെത്തേഡാണ്. സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് അല്ല നമ്മൾ ചെയ്യുന്നത്, ആവറേജ് റിലേറ്റീവ് മെത്തേഡാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആവറേജ് റിലേറ്റീവ് മെത്തേഡ് കാണുമ്പോൾ ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വിശേഷത ഉള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം എഴുതാം ഐറ്റം. നമ്മുടെ സമവാക്യം എന്താണ്? കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഡിവൈഡഡ് ബൈ എൻ. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ? സിഗ്മ ഐ ബൈ എൻ എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഐറ്റം എഴുതുന്നു. ഐറ്റംസ് 1 2 3 4 5.
5 വരെ അല്ലേ. ഇനി പ്രൈസ് ഇൻ ബേസ് ഇയർ എന്ന് പറഞ്ഞാൽ P0 P1 ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. P0യും തന്നിട്ടുണ്ട്, P1ഉം തന്നിട്ടുണ്ട്. അത് എത്രയ്ക്ക് തന്നിരിക്കുന്ന വാല്യൂസും കൂടെ ചോട്ടിലേക്ക് എഴുതാം. 5, 10, 15, 20, 8 ഇങ്ങനെയല്ലേ നമുക്ക് വാല്യൂസ് തന്നിരിക്കുന്നത്. അതെഴുതി, ഞാൻ ചോട്ടിലേക്ക് എഴുതി. ഇനി P1 പ്രൈസ് ഇൻ കറണ്ട് ഇയർ നമുക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ എഴുതാം. 7, 12, 25, 18, 9. ഇനി നമ്മൾ ഐ കാണുക, ഓരോന്നിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് കാണും. സിമ്പിൾ അഗ്രിഗേറ്റീവ് ആകുമ്പോൾ നമ്മളിതിൻ്റെയൊക്കെ ആവറേജ് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, P1/P0 × 100 ചെയ്യാം. ഇതിൽ നമുക്ക് ഐ കാണണം. ഐ കാണാൻ P1 / P0 × 100 100 ഇൻറ്റു ചെയ്യുക കേട്ടോ. P1/P0 × 100 ചെയ്യാം. അപ്പോൾ ഓരോന്നിൻ്റെയും സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഈച്ച് ഐറ്റം, മറ്റേതാകുമ്പോൾ ടോട്ടൽ, ഇത് ഈച്ച് ഐറ്റം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കൂ, P1 7 അല്ലേ, 7 / 5 × 100 ഞാൻ ചെയ്യണം നമ്മൾ. അപ്പോൾ 5 20 20 പ്രാവശ്യം അല്ലേ. അപ്പോൾ 20 7 2 14 140. ഇനി അടുത്തത് ചെയ്യുമ്പം എത്ര വരെ, 12/10 × 100. അപ്പോൾ 0 ക്യാൻസൽ ചെയ്ത് പോയി, 120. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 25 / 15 × 100 അല്ലേ. 25 ഇൻറ്റു എത്ര, ഇപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര വരിക, കറക്റ്റായിട്ട് പോവില്ല, പോയിൻ്റ് വരും. നിങ്ങൾ കാൽക്കുലേറ്റ് എടുത്തിട്ട് ചെയ്യുക. 166.7. പിന്നത്തെ വരിക 90, പിന്നെ 112.5. അപ്പോൾ ഇതാണ് വ്യത്യാസം. നമ്മൾ ഓരോ ഐറ്റത്തിൻ്റെയും പ്രത്യേകമായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ഇനി സിഗ്മ ഐ കാണാം. സിഗ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടലിനെയാണ് സിഗ്മ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കാണാം, സിഗ്മ ഐ. ഇതിൻ്റെ ടോട്ടൽ കാണുമ്പോൾ 629 വരിക. 629.2 ആണ് വരിക. അപ്പം ഇൻഡെക്സ് നമ്പർ ഈസ് ഈക്വൽ ടു സിഗ്മ ഐ / n. സിഗ്മ ഐ എന്ന് പറഞ്ഞാൽ 629.2 / n എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ എത്രയാണ് ആൻസർ വരിക വെച്ചെങ്കിൽ 125.84. 125.84. അപ്പോൾ ഈ രണ്ട് മെത്തേഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ചെയ്തത്, ആദ്യത്തെ മെത്തേഡ് പ്രകാരം മൊത്തം കണ്ടിട്ട് ചെയ്തു. രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം നമ്മൾ ഓരോന്നിൻ്റെ ഈച്ച് ആൻഡ് എവരി ഐറ്റം ഈസ് ഫൈൻഡ് ഔട്ട് അല്ലേ, കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു, യൂസസ്, ലിമിറ്റേഷൻസ് പറഞ്ഞു, പിന്നെ ഈ രണ്ട് മെത്തേഡുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോട്ട് കണക്കിൽ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ സംശയം വരികയാണെങ്കിൽ ചോദിക്കുക, അപ്പോൾ പറഞ്ഞു തരൂ കേട്ടോ. ശരി, ഓക്കെ.